ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സുസ്മിതയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ വലിയ പ്രശ്നത്തിലാണ്, ഈ പ്രശ്നം അമ്മയ്ക്ക് പരിഹരിക്കാൻ പറ്റത്തില്ലല്ലോ, എന്തായാലും ഞാൻ തന്നെ ഇത് പരിഹരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടനെയും പിള്ളയുമാണ്. രാഘവേട്ടൻ പറയുന്നുണ്ട്, ഫാമ ഇതുവരെയും വന്നില്ലല്ലോ എന്നൊക്കെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്നും വരുന്നുണ്ട്. എല്ലാവരും അകത്തേക്ക് വന്നതിന് ശേഷം സത്യാമ്മയാണെങ്കിൽ രാഘവേട്ടനോട് പറയുന്നുണ്ട്, ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന്. രാഘവേട്ടൻ വീണ്ടും മുത്തശ്ശനാകാൻ പോകുന്നു എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ രാഘവേട്ടനും സന്തോഷമാകുന്നു. സത്യാമ്മ ശാലിനിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ശാലിനി പ്രഗ്നന്റ് ആണെന്നൊക്കെ. സത്യാമ്മ ശാലിനിയോട് പറയുന്നുണ്ട്, ഇനി നീ ഒരു ജോലിയും ഈ വീട്ടിലെ ചെയ്യേണ്ട, എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ളവർ നോക്കിക്കോളും, അടുക്കളയിലൊന്നും കേറണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സത്യാമ്മ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവരെയും ഒന്ന് വിളിച്ചറിയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. അതേസമയം ശാലിനിയും വിഷ്ണുവും എല്ലാവരും ചേർന്നിട്ടാണെങ്കിൽ അച്ഛനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. ശ്യാമ അപ്പോൾ ശാലിനിയോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാം എന്റെ തെറ്റാണ്, ഞാൻ കാരണമാണ് കുഞ്ഞേച്ചിക്ക് ഈ സിറ്റുവേഷൻ വന്നതെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നീയും രോഹിത്തും ഒന്ന് ചേർന്നല്ലോ, അതെനിക്ക് മതിയെന്നൊക്കെ പറയുന്നു. അതേസമയം സത്യാമ്മയാണെങ്കിൽ പ്രീതിയെ ഫോൺ ചെയ്യുന്നു. പ്രീതിയെ ഫോൺ ചെയ്തിട്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം, ശാലിനി പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ പ്രീതിക്കും സന്തോഷമാകുന്നു. സത്യാമ്മ പറയുന്നുണ്ട്, എനിക്ക് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, നീയും കൂടി വരണം, നീ എത്രയും പെട്ടെന്ന് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. അതിനുശേഷം സത്യാമ്മയുടെ കൂട്ടുകാരികളെ എല്ലാം വിളിച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ശാലിനി പ്രഗ്നന്റ് ആണെന്ന കാര്യം അറിയിക്കുന്നു. അതേസമയം വിഷ്ണുവിന്റെ അച്ഛനാണെങ്കിൽ വിഷ്ണുവിനോടും ശാലിനിയോടും പറയുന്നുണ്ട്, ഇനിയും സത്യാമ്മയോട് തിരുത്തി കാര്യമൊന്നും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഷോക്കാകും. ഇപ്പൊ തന്നെ സത്യാമ്മയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ അഭിമാനത്തോടെയാണ് ശാലിനി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്, അതിനി തിരുത്തി പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, സത്യാമ്മ അറിയുമ്പോൾ ഇത് വലിയ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, താൻ പേടിക്കേണ്ട, തന്റെ കൂടെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് CI ചന്ദ്രബോസ് പോലീസ് സുസ്മിതയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. സുസ്മിത ചിറ്റപ്പ എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്, എന്താണ് ഒരു കാര്യവും എന്നോട് പറയാതിരുന്നതെന്നൊക്കെ. സുസ്മിതയുടെ അമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, എന്തുകൊണ്ട് എന്നോട് എല്ലാ കാര്യങ്ങളും പറയാതിരുന്ന, ഞാൻ അന്യനായി പോയോ എന്നൊക്കെ ചോദിക്കുന്നു. സുസ്മിത വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്നൊക്കെ പറയുന്നു. സുസ്മിത ഇപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്റെ ജീവിതം തകർത്ത അവനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട്, അവനെ ഞാൻ ഇന്ന് തന്നെ ശരിയാക്കും, അതിനുശേഷം കൊന്നു കളയുമെന്നൊക്കെ പറയുന്നു. സുസ്മിത ഇപ്പോൾ പറയുന്നുണ്ട്, ജഗദീപിനെ അങ്ങനെ കൊന്നൊന്നും കളയണ്ട, അവനെ പെട്ടെന്ന് അവസാനിപ്പിക്കരുത്, അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം, ആദ്യം അവന്റെ കൈ കാലിലെ നഖങ്ങളാണെങ്കിൽ അടിച്ചു തകർക്കണം, പിന്നെ കൈയും കാലും തകർക്കണം, നടു തല്ലി തകർക്കണം, അവൻ എഴുന്നേക്കാൻ പോലും പറ്റാത്തതുപോലെ പുഴുത്തു കിടക്കണമെന്നൊക്കെ പറയുന്നു. അവൻ എന്നോട് ചെയ്ത തെറ്റിനെല്ലാം നന്നായിട്ട് അനുഭവിക്കണമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, മോള് ഭയങ്കര മിടുക്കിയാണ്, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, മോള് വല്ല പോലീസിലോ പട്ടാളത്തിലോ ചേരേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നു. സർല ഇപ്പോൾ പറയുന്നുണ്ട്, അവനെ ഇവിടെ നിന്നും കൂട്ടിയിട്ട് പോയിട്ട് എവിടെ വെച്ചെങ്കിലും പെരുമാറിയാൽ മതിയെന്ന്. ചന്ദ്രബോസ് പക്ഷെ അത് കേൾക്കുന്നില്ല. സുസ്മിതയും പറയുന്നുണ്ട്, ഇവിടെ വെച്ച് തന്നെ അവന് ഡോസ് കൊടുക്കണം, എന്റെ മുന്നിൽ വെച്ച് തന്നെ കൊടുക്കണമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം സുസ്മിതയാണെങ്കിൽ ചിറ്റപ്പനെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം ജഗദീപ് ആണെങ്കിൽ ഒരു കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കാണെങ്കിൽ ചന്ദ്രബോസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സുസ്മിത ചന്ദ്രബോസിനെയും കൂട്ടിയിട്ട് വന്നിട്ട് ഡോറ് തട്ടുന്നുണ്ട്. ജഗദീപ് ആണെങ്കിൽ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡോറ് തുറന്നു കൊടുക്കുന്നു. ചന്ദ്രബോസ് സുസ്മിതയോട് പറയുന്നുണ്ട്, ഞാൻ ഡോർ അടച്ചിട്ട് ഇവനെ പെരുമാറിക്കോളാം, മോൾക്കാണെങ്കിൽ വെളിയിൽ വന്നിട്ട് തന്നേക്കാം ഇവനെ പെരുമാറാൻ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ചന്ദ്രബോസ് ഡോർ അടയ്ക്കുന്നു. ജഗദീപിനോട് ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിക്കുകയാണോ, ഫോൺ വെക്കാനെന്നൊക്കെ പറയുന്നു. ജഗദീപ് ഫോൺ വെച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ സാറിന്റെ കുടുംബത്തിൽ കയറിയൊന്നും കളിച്ചിട്ടില്ല എന്നൊക്കെ. ജഗദീപിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അത് സാറിന്റെ തരാമെന്ന് പറഞ്ഞ് ചന്ദ്രബോസിന്റെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട്, ആര് വിളിച്ചു പറഞ്ഞാൽ പോലും നിന്നെ ഞാൻ ഇന്ന് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ആ ഫോൺ കോൾ ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ചന്ദ്രബോസ് ആണെങ്കിൽ ജഗദീപിന്റെ കോളർ പിടിച്ചിട്ട് നിന്നെ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. പെട്ടെന്നാണെങ്കിൽ കോളറിൽ നിന്നും അയാൾ കൈയും എടുക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്